അൽഹംദുലില്ലാഹ് എല്ലാവരും ഇരിക്കും ഇൻഷാ അല്ലാഹ്. ആ പുറത്തേക്കണ സഹോദരങ്ങളൊക്കെ ഒന്ന് കയറിയിരുന്നോളൂ ഇൻഷാ അല്ലാഹ്. എല്ലാവരും സംഘാടകരുൾപ്പെടെ എല്ലാവരും ഒന്ന് കയറിയിരിക്കുക. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ മജ്ലിസ് അള്ളാഹു പരിപൂർണമായി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ശഅബാൻ മാസമാ നബിതങ്ങൾ ഈ മാസത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് ശഅബാനു ഷഹരി, എൻ്റെ മാസം. നബിതങ്ങൾ ജനിച്ച പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം പോലും എൻ്റെ മാസമാണെന്ന് നബിതങ്ങൾ തന്നിലേക്ക് ചേർത്തു പറഞ്ഞിട്ടില്ല. റബീഉൽ അവ്വലിനെ ശഅബാൻ മാസത്തെക്കുറിച്ച് നബിതങ്ങൾ പറഞ്ഞത് എൻ്റെ മാസമെന്ന. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് സ്വലാത്തിന് കുറവൊന്നും വരരുത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എടുത്തു നോക്കിയാൽ നുബൂവത്തിന് മുമ്പുള്ള ജീവിതമാകട്ടെ, നുബൂവത്തിന് ശേഷമുള്ള ജീവിതമാകട്ടെ, ആ ജീവിതത്തിൽ പ്രവാചകൻ ഏകാന്തനായിരിക്കുന്നത് നബിതങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നുബൂവത്ത് കിട്ടുന്നതിന് മുമ്പ് 40 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് ഉംറയ്ക്ക് പോകുമ്പോൾ നമ്മൾ പോകാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജബലുന്നൂർ എല്ലാം കയറി ആ പർവ്വതത്തിന്റെ മുകളിൽ തട്ടിൽ ചെന്നിട്ട് നബിതങ്ങൾ ഏകാന്തമായിരുന്ന ആ ഗുഹയിൽ, പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ ഗുഹയിലേക്ക് നമ്മൾ പോകാറുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഏകാന്തമായി അവിടെ പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ പരിശുദ്ധമായ കഅബ കാണാം. ആ കഅബാലയത്തിലേക്ക് നോക്കിയിട്ട് ഏകാന്തമായി നബിതങ്ങൾ ഇരിക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്ത് കിട്ടിയതിനു ശേഷമാണെങ്കിലും പ്രവാചകൻ അങ്ങനെ ശാന്തമായി ഏകാന്തമായി എവിടെയെങ്കിലും പോയി നബിതങ്ങൾ ഇങ്ങനെ ഇരിക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ മദീനയിൽ തോട്ടങ്ങളുടെ ഉള്ളറകളിൽ, ഈന്തപ്പന തോട്ടങ്ങളുടെ ഉള്ളറകളിൽ നബിതങ്ങൾ പോയി ഏകാന്തമായിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പോകുമ്പോൾ കാണുന്നവരാ, നമ്മൾ ഉംറയ്ക്ക് പോകുന്ന സമയം, ആ ഉംറയ്ക്ക് പോകുമ്പോൾ നമ്മളെല്ലാവരും സിയാറത്ത് കഴിഞ്ഞ് മദീനയിൽ സിയാറത്തെല്ലാം കഴിഞ്ഞിട്ട് ഈന്തപ്പന തോട്ടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന വാഹനക്കാർ അവരെ കൊണ്ടുപോയി നിർത്തുമല്ല ഈത്തപ്പഴമല്ല വാങ്ങാൻ. നമ്മൾ ആ ഈന്തപ്പന തോട്ടത്തിന്റെ ഉള്ളറകളിലേക്ക് കയറുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷം, വല്ലാത്ത ഒരു ആനന്ദം. ആ ഈന്തപ്പഴങ്ങളൊക്കെ പാകമായി ഇങ്ങനെ കുലച്ചു നിൽക്കുകയും അതിലേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ ചാലുകളും ഇതെല്ലാം കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു കുളിർമയാ. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1500 വർഷം മുമ്പ്, എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകാന്തമായി ഒരു ഈന്തപ്പന തോട്ടത്തിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഏകാന്തമായിരിക്കുമ്പോൾ ആ പ്രവാചകന്റെ അടുക്കലേക്ക് ആരെയും കടത്തിവിടാതെ ആ മുത്തുനബി ഇരിക്കുന്ന തോട്ടത്തിന്റെ കവാടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ കാവൽക്കാരനായി മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഏകാന്തമായി സമാധാനത്തോടെ ഇരിക്കുന്ന തോട്ടത്തിന്റെ വാതിലിന്റെ ഭാഗത്ത് ആരെയും കടത്തിവിടാതെ നബിതങ്ങൾക്ക് ആവശ്യമുള്ള ഖിദ്മത്തുമായി നബിതങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ ഒരു അനുചരൻ അങ്ങനെ നബിതങ്ങളുടെ ചാരത്തിങ്ങനെ നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന ആ തോട്ടത്തിന്റെ വാതിലിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആരോ ഒരാൾ വന്നിട്ട് പുറത്തു വന്ന് നിന്ന് അകത്തേക്ക് കിടക്കുന്നതിന് വേണ്ടിയുള്ള അനുവാദം ചോദിക്കുകയാ. ആ അനുവാദം ചോദിക്കുന്നത് കേട്ടപ്പോൾ ആരാണ് പുറത്തു നിൽക്കുന്നതെന്നറിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന ഈന്തപ്പന തോട്ടത്തിന്റെ വാതിലിന്റെ ഭാഗത്ത് അകത്തേക്ക് കടന്നു വരാനുള്ള അനുവാദം ഒരാൾ പുറത്തുനിന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കൂടെ നിൽക്കുന്ന സ്വഹാബിയോട് പറയുകയാണ്, നബിതങ്ങൾക്കറിയാം പടച്ചവനെ, ആ സ്വഹാബിക്കറിയില്ല ആരാണ് പുറത്തു വന്ന് നിൽക്കുന്നതെന്ന്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവാദം ചോദിക്കുന്നത് കേട്ടപ്പോ അതാ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആരോ
പുറത്തു വന്ന് നിന്നിട്ട് അനുവാദം ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നബി തങ്ങൾ ആ സ്വഹാബിയോട് പറയുകയാണ്, ആ വാതിൽ തുറക്കണേ, ആ വാതിൽ തുറക്കണേ. എന്നിട്ട് ആ വാതിലിന്റെ പുറത്തു നിൽക്കുന്ന മനുഷ്യനോട് പറയണം, വബശിറുഹു ബിൽ ജന്നാ. വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനോട് വാതിൽ തുറന്നു കൊടുത്തിട്ട് പറയേണ്ട കാര്യം എന്തെന്നറിയോ? ആ പുറത്തു നിൽക്കുന്ന മനുഷ്യനോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണ്, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണ്, സ്വർഗത്തിലാണെന്ന സന്തോഷ വാർത്ത പറയണേ എന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരാണോ ആ വാതിലിന്റെ പുറത്ത് നിൽക്കുന്നത്, ആരാണെന്ന് പേര് പറഞ്ഞില്ല, നബി തങ്ങൾ പറയുന്നു, വാതിൽ തുറന്നിട്ട് ആ മനുഷ്യനോട് സന്തോഷ വാർത്ത പറയണം. എന്താണ് പറയേണ്ടത്? നിങ്ങൾ സ്വർഗത്തിലാണെന്ന്. അല്ലാഹുവിന്റെ പ്രവാചകനാണ് സ്വർഗത്തിലാണെന്ന് പറയുന്നത്. സ്വഹാബി ഓടിച്ചെല്ലുകയാണ്, ആരാണ് പടച്ചവനെ? ആ വാതിലിന്റെ പുറത്തു നിൽക്കുന്ന സ്വർഗത്തിന്റെ അവകാശിയായ ഭാഗ്യവാനായ മനുഷ്യനാരാ? പടച്ചവനെ അറിയണമല്ലോ. അതാ സ്വഹാബി ഓടിച്ചെന്ന് വാതിൽ തുറക്കുമ്പോ ആരാണ് പുറത്തു നിൽക്കുന്നതെന്നറിയുമോ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതാ വാതിലിന്റെ പുറത്തു നിൽക്കുകയാണ്. വാതിൽ തുറന്ന ഉടനെ അബൂബക്കർ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ. പടച്ചവനെ, അബൂബക്കർ തങ്ങൾ അകത്തേക്ക് കടന്നു വന്നു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നു. ഒരേ നേരം നബി തങ്ങളോടൊപ്പം ചെലവഴിക്കുകയാണ്. അബൂബക്കർ തങ്ങൾ അവിടെ നിന്ന് മടങ്ങിപ്പോയടോ. അങ്ങനെ നബി തങ്ങൾ പിന്നെയും അവിടെ തന്നെ ഇരിക്കുകയാണ്. കുറച്ചു സമയം കഴിയുമ്പോ രണ്ടാമതും വാതിലിന്റെ ഭാഗത്തൊരു ശബ്ദം കേൾക്കുകയാണ്. പടച്ചവനെ അനുവാദം ചോദിക്കുകയാണ്, ആരാണെന്നറിയില്ല. അപ്പോഴും നബി തങ്ങൾ പറയുന്നു, ആ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനോട് പറയണം, വബശിറുഹു ബിൽ ജന്നാ. ആ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനോടും പറയണം, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത പറയാൻ നബി തങ്ങൾ പറയുകയാണ്. സ്വഹാബി രണ്ടാമത് ഓടുകയാണ്, ആരാണ് പടച്ചവനെ? സ്വർഗത്തിന്റെ അവകാശി ആരാണ് പടച്ചവനെ? വാതിലങ്ങ് തുറന്നു നോക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളാണ് വാതിലിന്റെ പുറത്ത് നിൽക്കുന്നത്. ഉമർ തങ്ങളോടും പറഞ്ഞു, തങ്ങളെ നിങ്ങൾ സ്വർഗത്തിലാണ്. നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ സ്വർഗത്തിലാണെന്ന്. പടച്ചവനെ, ഉമർ തങ്ങൾ നബി തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നു. നബി തങ്ങളോടൊപ്പം കുറെ സമയം അവിടെ നിന്ന് ചെലവഴിക്കുകയാ. മൃദങ്ങളും അവിടെ നിന്ന് യാത്രയായി. പടച്ചവനെ, കുറച്ചു കഴിഞ്ഞപ്പോ മൂന്നാമതും അവിടെ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. മൂന്നാമതും വാതിലിന്റെ ഭാഗത്തൊരു ശബ്ദം കേൾക്കുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ അവിടെ നിന്ന് സ്വഹാബിയോട് പറയുകയാണ്, ആ വാതിൽ തുറക്കണേ, ആ വാതിൽ തുറക്കണേ. ആ വാതിലിന്റെ പുറത്തു നിൽക്കുന്ന മനുഷ്യനോട് പറയണം, ഇഫ്തഹു അലാ. അതാ നബി തങ്ങൾ പറയുന്നു, ഇഫ്തഹു അലാ ബൽബാ തഖൂലൂ. നബി തങ്ങൾ പറയുന്നു, ആ വാതിൽ തുറന്നിട്ട് ആ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനോട് നിങ്ങൾ പറയണം, സ്വർഗത്തിലാണെന്ന്, നിങ്ങളെ സ്വർഗത്തിലാണെന്ന്. എന്നിട്ട് നബി തങ്ങൾ ഒരു കാര്യം കൂടെ പ്രത്യേകമായിട്ട് പറയുകയാണ്. അബൂബക്കർ തങ്ങൾ വന്നപ്പോൾ പറയാത്ത, ഉമർ തങ്ങൾ വന്നപ്പോൾ പറയാത്ത ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം നബി തങ്ങൾ എടുത്തു പറയുകയാണ്. വാതിലിന്റെ പുറത്തു നിൽക്കുന്ന മനുഷ്യനോട് പറയണം, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശി.
അവകാശിയാ, നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് പറയണം. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുക്കണം, ഇത്തിരി കഷ്ടപ്പാടും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും, ഇത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും, ഒന്ന് പറയണേ എന്ന് നബി തങ്ങൾ പറയുമ്പോ സഹാബി ചൊല്ലുകയാണ്, ആരാണ് പടച്ചവനെ? വാതിലിന്റെ പുറത്തു നിൽക്കുന്ന മനുഷ്യനാരാണ്? ചെന്ന് നോക്കുമ്പോ, വാതില് തുറന്നു നോക്കുമ്പോ ആരാണ് പുറത്തു നിൽക്കുന്നതെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവാണ് വാതിലിന്റെ പുറത്തു നിൽക്കുന്നത്. സഹാബി അവിടെ നിന്ന് പറഞ്ഞു, ഉസ്മാൻ തങ്ങള് നിങ്ങൾ സ്വർഗത്തിലാണെന്ന് നബി തങ്ങൾ സന്തോഷ വാർത്ത പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇത്തിരി കഷ്ടപ്പാടും ദുരിതങ്ങളും പ്രയാസങ്ങളും അങ്ങ് അനുഭവിക്കേണ്ടി വരുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പഠിച്ചവനെ, ഉസ്മാൻ തങ്ങൾ നബി തങ്ങളുടെ ചാരത്ത് കിടന്നു വന്നു, നബി തങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചു, അവിടെ നിന്ന് മടങ്ങി പോവുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നറിയോ? അബൂബക്കർ തങ്ങൾ വന്നപ്പോ പറഞ്ഞു ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് പറയാറ്. ഉമർ തങ്ങൾ വന്നപ്പോഴും പറഞ്ഞു ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് പറയാറ്. ഉസ്മാൻ തങ്ങൾ വന്നപ്പോ നബി തങ്ങൾ പറഞ്ഞു സ്വർഗത്തിലാണെന്ന് പറയാൻ. ഒന്നുകൂടെ ചേർത്തു പറഞ്ഞു, ഒന്നുകൂടെ ചേർത്തു പറഞ്ഞു, ഇത്തിരി കഷ്ടപ്പാടും ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും, ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും, എന്നാലും ഉസ്മാനെ നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് നബി തങ്ങൾ അവിടെ നിന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയോ? വായിച്ചു നോക്കണം ചെറുപ്പക്കാരാ, ഉസ്മാൻ എന്ന് പറയുന്ന സ്വഹാബികളുടെ ചരിത്രം അവിടെ നിന്ന് വായിച്ചു നോക്കണം. പടച്ചവനെ, കരയാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല. ഒരു കടുകുമടിയുടെ അളവെങ്കിലും ഹൃദയത്തിൽ ഈമാനുള്ള ഏതൊരു മനുഷ്യന്റെയും കണ്ണ് നിറയുകയാണ്. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിച്ചാൽ ഏത് മനുഷ്യനും കരയുമടോ, ഏത് മനുഷ്യനും കരയുമടോ. നമ്മൾ മദീനത്ത് പോകാറുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകള് കിടക്കുന്ന, ഭാര്യമാര് കിടക്കുന്ന, സ്വഹാബത്ത് കിടക്കുന്ന ആ ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോ ആ രണ്ടു ഭാഗത്തും ഇങ്ങനെ ഖബറുകളാണ്. ആ ഖബറിന്റെ ഇടകളിലൂടെ നടന്നു പോകുമ്പോ നേരത്തെയൊക്കെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പടച്ചവനെ, ആ ജന്നത്തുൽ ബഖീയുടെ മധ്യഭാഗത്ത് അടയാളം വെച്ച ഒരു ഖബർ കാണാം. ആ ജന്നത്തുൽ ബഖീയുടെ മധ്യഭാഗത്ത് അടയാളം വെച്ച ഒരു ഖബർ കാണാം. അവിടെ ഒരു പോലീസുകാരൻ കാവല് നിൽക്കുമായിരുന്നു. ആ ഖബറിന്റെ ചാരത്ത് ചെല്ലുമ്പോ ഇതാരുടെ ഖബറാണെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് പറഞ്ഞു തരുമായിരുന്നു സയ്യിദുനാ ഉസ്മാൻ. ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന വിശാലമായ ഖബർസ്ഥാനിന്റെ മധ്യഭാഗത്ത് കിടക്കുന്ന സ്വഹാബിയാണ് ഉസ്മാൻ തങ്ങള്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങളുടെ ചരിത്രം പഠിക്കണം ചെറുപ്പക്കാരാ. പെങ്ങളെ, വായിച്ചു നോക്കണം പെങ്ങള്. പൊന്നുമോളെ, നിന്റെ കണ്ണൊന്ന് നനയും പെങ്ങള്. നിന്റെ കണ്ണൊന്ന് നനയാതെ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം വായിച്ചു തീർക്കാൻ കഴിയില്ല. പഠിക്കാൻ ഒരുപാട് പാഠമുണ്ട്. ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയുടെ ചരിത്രം വായിച്ചാൽ ഈ സമുദായത്തിന് പഠിക്കുവാൻ ഒരുപാട് പാഠങ്ങളുണ്ടോ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പടച്ചവനെ, ആ സ്വഹാബികളുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ആ സ്വഹാബികളുടെ ജീവിതം നമുക്കൊന്ന് പഠിച്ചു നോക്കാം. മഹാന്മാരുടെ ചരിത്രങ്ങൾ പഠിക്കുന്നത് നല്ലതാണല്ലോ. സാധാരണ ഒരു സ്വഹാബിയല്ല ഉസ്മാൻ തങ്ങള്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, ആ ഉസ്മാൻ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിലെ ദുആയിക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്. നബിതങ്ങൾ ഇങ്ങനെ ഈന്തപ്പന തോട്ടത്തിന്റെ അകത്തിരിക്കുമ്പോ വാതിലിന്റെ ഭാഗത്ത് ഇങ്ങനെ അനുവാദം ചോദിക്കുന്നുണ്ട്. ആരാന്നറിയില്ല. നബിതങ്ങൾ ആ കാവല് നിൽക്കുന്ന സ്വഹാബിയോട് പറഞ്ഞു, ആ വാതിൽ തുറന്നിട്ട് ആ പുറത്തു നിൽക്കുന്ന മനുഷ്യനോട് പറയണം, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞേക്കാൻ. സഹാബി ഓടിച്ചെന്ന് വാതിൽ തുറക്കുമ്പോ പുറത്തു നിൽക്കുന്നത് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. കുറെ കഴിഞ്ഞപ്പോ രണ്ടാമതൊരു ശബ്ദം കേട്ടു. അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, ആ പുറത്തു നിൽക്കുന്ന ആളോട് പറയണം സ്വർഗത്തിലാണെന്ന്. ചെന്ന് തുറന്നു നോക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല.
മൂന്നാമതും ശബ്ദം കേട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, പുറത്തു നിൽക്കുന്ന ആളോട് പറയണം സ്വർഗത്തിലാണെന്ന്. പക്ഷെ ഒരു കാര്യം കൂടെ എക്സ്ട്രാ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇത്തിരി പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരും. ഇതൊന്ന് ഓർമ്മപ്പെടുത്താൻ, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, ഇത്തിരി പ്രയാസവും ദുരിതമൊക്കെ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞേക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ആയിരുന്നു ആ വാതിലിന്റെ മുമ്പിൽ. ആ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം നമ്മളൊന്ന് വായിച്ചു നോക്കിക്കുക, പഠിക്കാൻ കഴിയും. ഒന്ന് കരയും വായിച്ചാൽ. ഇവിടെ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം വായിച്ചാൽ പടച്ചവനെ സങ്കടപ്പെടുത്തും. ഇവിടെ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം നമുക്ക് ആർക്കും അറിയില്ല. ഉസ്മാൻ തങ്ങളുടെ ചരിത്രം അബൂബക്കർ തങ്ങളുടെ ചരിത്രം പോലെയല്ല, ഉമർ തങ്ങളുടെ ചരിത്രം പോലെയല്ല. ഉസ്മാൻ തങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ സങ്കടം തോന്നുമ്പോൾ നമുക്ക് ഉസ്മാൻ തങ്ങളുടെ വഫാത്തൊക്കെ നമുക്ക് മനസ്സിന് വല്ലാത്ത വേദനയുണ്ടാക്കും. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ആ സ്വഹാബികളുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന ചില പാഠങ്ങൾ എന്താണ്? ഉസ്മാൻ തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? ഉസ്മാൻ തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? ആ സ്വഹാബിയുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം. ആ സ്വഹാബിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കിയാൽ ആ സ്വഹാബിയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? 2026 ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിം സമുദായം പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു മോനെ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു പ്രത്യേകത എന്താണ്? വല്ലാത്ത ലജ്ജയായിരുന്നു. സാധാരണ മനുഷ്യനെ പോലെയല്ല, സാധാരണ ഒരാളെ പോലെയല്ല, വല്ലാത്ത ഒരു ലജ്ജയായിരുന്നു. പഠിച്ചവനെ, ഉസ്മാൻ തങ്ങളുടെ ലജ്ജയെ കുറിച്ച് പഠിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ലജ്ജയെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആ ചരിത്രത്തിലൂടെ നമ്മളൊന്ന് കടന്നു പോകണം സഹോദരാ. ഉസ്മാൻ തങ്ങളുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. അല്ലാഹുവേ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അതാ പടച്ചവനെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബികളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ 40-ാമനായിട്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ആ ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പാഠമെന്തെന്നറിയോ? ആ സ്വഹാബിക്ക് വല്ലാത്ത ലജ്ജയാ, ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്ത ലജ്ജയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കടന്നു വരികയാണ്. നബി തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നു. നബി തങ്ങളുടെ ഉപദേശങ്ങൾ കേട്ടു. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങൾ അവിടുന്ന് ശഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് മുസ്ലിമാവുകയാ. നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ശഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് മുസ്ലിമാവുകയാണ്. ഉസ്മാൻ തങ്ങൾ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച മുസാഫഹത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ പിടിച്ചിട്ട് ഉസ്മാൻ തങ്ങൾ അവിടുന്ന് മുസാഫഹത്ത് ചെയ്തു. പെങ്ങളെ, ആ മുസാഫഹത്ത് ചെയ്ത വലത് കൈയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച വലത് കൈയുണ്ടല്ലോ, 83 വയസ്സ് വരെ ഉസ്മാൻ തങ്ങൾ ജീവിച്ചു. പെങ്ങള്, എടാ ചെറുപ്പക്കാരാ, 83-ാമത്തെ വയസ്സിലാണ് ഉസ്മാൻ തങ്ങൾ ലോകത്തോട് വിട പറയുന്നത്. 83 വയസ്സ് വരെ ജീവിച്ച ഉസ്മാൻ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈയുണ്ടല്ലോ, ആ കയ്യിൽ പിടിച്ച വലത് കൈ കൊണ്ട് മരിക്കുന്ന കാലം വരെ ഉസ്മാൻ തങ്ങൾ സ്വന്തം ഔറത്തിൽ പോലും അവിടുന്ന് തൊട്ടിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിലൊന്ന് തൊട്ടത് കാരണം, നബി തങ്ങളുടെ കയ്യിലൊന്ന് മുസാഫഹത്ത് ചെയ്തത് കാരണം മരിക്കുന്ന കാലം വരെ 83 വർഷം ജീവിച്ച ഉസ്മാൻ തങ്ങള് ആ വലത് കൈ കൊണ്ട് മറ്റൊരാളുടെയല്ല, സ്വന്തം ഔറത്തിൽ പിന്നെ തൊടാൻ ലജ്ജയായിരുന്നു. നബി തങ്ങള് തൊട്ട കൈയല്ലേ, ആ കൈ
കൈകൊണ്ട് സ്വന്തം ഔറത്തിൽ തൊടാൻ ലജ്ജയായിരുന്നു. ഇതായിരുന്നു ഉസ്മാൻ തങ്ങളുടെ ക്വാളിറ്റി. ഇതാണ് വല്ലാത്ത ലജ്ജയായിരുന്നു. നമ്മളെ പോലെയല്ല. പടച്ചവനെ, ഉസ്മാൻ തങ്ങളുടെ ചരിത്രം ലജ്ജയെ കുറിച്ച് അറിയണമെങ്കിൽ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാണ്. ഭാര്യയും ഭർത്താവും ഇങ്ങനെ കിടക്കുകയാണ്. പടച്ചവനെ, അപ്പോഴാണ് വീടിന്റെ വാതിൽ ഒരു സലാം കേൾക്കുന്നത്. ആരാ സലാം പറയുന്നത്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ വാതിലിന്റെ മുമ്പിൽ വന്ന് സലാം പറയുകയാണ്. നബി തങ്ങൾ അനുവാദം കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാ. എഴുന്നേറ്റില്ല ചെറുപ്പക്കാരാ. എങ്ങനെയാണോ കിടന്നത് അതുപോലെ നബി തങ്ങൾ അതുപോലെ കിടക്കുകയാണ്. അബൂബക്കർ തങ്ങൾ കേറി വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നു സംസാരിച്ചു. ആയിഷ ബീവി ഇരിക്കുന്നുണ്ട്. നബി തങ്ങളുടെ മുമ്പിൽ നിന്ന് അബൂബക്കർ തങ്ങൾ ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ഉമർ തങ്ങൾ വന്ന് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ അതുപോലെ കിടക്കുകയാണ്. മുത്തുനബി അതുപോലെ കിടക്കുകയാണ്. പടച്ചവനെ, ഉമർ തങ്ങൾ നബി തങ്ങളുടെ ചാരത്ത് വന്നിരുന്നു, സംസാരിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ മുമ്പിൽ ഒരു സലാം കേൾക്കുകയാണ്. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു സലാം പറയുമ്പോ നബി തങ്ങൾ ചാടി എഴുന്നേറ്റു. പെങ്ങളെ, ആയിഷ ബീവിയുടെ മടിയിൽ കിടന്ന നബി തങ്ങളുണ്ടല്ലോ, അവിടുന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. വസ്ത്രം നേരെ ഇടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കമീസ് അല്പം ഇങ്ങനെ പൊങ്ങിയിരുന്നു. പെട്ടെന്ന് വസ്ത്രമൊക്കെ നേരെ ഇടുകയാണ്. ഉസ്മാൻ തങ്ങളുടെ മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നു. അവിടുന്ന് സംസാരമെല്ലാം കഴിഞ്ഞിറങ്ങിപ്പോയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് മഹദിയായ ആയിഷ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, വാപ്പ വന്നപ്പോ നിങ്ങൾ അതുപോലെ കിടന്നല്ലോ. അബൂബക്കർ തങ്ങൾ വന്നപ്പോ നിങ്ങൾ എഴുന്നേറ്റില്ല. ഉമർ തങ്ങൾ വന്നപ്പോ നിങ്ങൾ എഴുന്നേറ്റില്ല. പക്ഷേ ഉസ്മാൻ തങ്ങൾ വന്നപ്പോ എഴുന്നേറ്റല്ലോ നബിയേ, വസ്ത്രം നേരെ ഇട്ടല്ലോ നബിയേ, എന്തു പറ്റി നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, ആയിഷ, ഉസ്മാനിന് വല്ലാത്ത ലജ്ജയാണ്. ആയിഷ, ഉസ്മാനിന് വല്ലാത്ത ലജ്ജയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉസ്മാൻ തങ്ങളുടെ ലജ്ജ കണ്ടിട്ട് മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു എന്ന് ചരിത്രം പറയുകയാണ്. ആ ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ ഗുണപാഠം എന്തെന്നറിയോ? ആ സ്വഹാബിക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. എന്നാ ആ ഉസ്മാൻ തങ്ങളുടെ തലമുറകളായി കടന്നു വരുന്ന ഇന്നത്തെ മുസ്ലിമീങ്ങളുണ്ടല്ലോ, നമുക്കില്ലാതെ പോയത് ലജ്ജയാടോ. ആണിനുമില്ല, പെണ്ണിനുമില്ല, പ്രായമുള്ളവനുമില്ല, കുട്ടികൾക്കുമില്ല. പടച്ചവനെ, ഒരാൾക്കും ഇന്ന് ലജ്ജയില്ലടോ. ഇന്ന് തുറന്നിട്ട് കൊണ്ട് നടക്കുകയാണ്. പരസ്യമായി ഔറത്തുകൾ തുറന്നിട്ട് കൊണ്ട് നടക്കുന്നു. ഒന്നിനും പേടിയില്ലടോ. എന്ത് ചെയ്യാനും പേടിയില്ലടോ. വഅദ് പറയുന്ന മദ്രസയിൽ പോലും തലമറച്ചിരിക്കാൻ ഇന്ന് ഉമ്മമാർക്ക് മടിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ സമുദായം ലജ്ജയില്ലാതെ പോവുകയാണ്. ഔറത്ത് പോലും മറയ്ക്കാതെ ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, തലമറയ്ക്കാൻ പറഞ്ഞ വല്ലാത്ത മടിയാണ്. പെങ്ങളെ, നാളെ നരകത്തില്, നാളെ മഹ്ശറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാണ്, നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ്. നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ്. പെണ്ണേ, നിന്റെ തലമുടി പോലും ഔറത്താണ്. നീ എല്ലാം തുറന്നിട്ട് കൊണ്ട് നടക്കുകയാണ്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അതാ നരകത്തിന്റെ ഒരു തൊപ്പി ഒരു പെണ്ണിന്റെ തലയിൽ ധരിപ്പിക്കുകയാ. ഒരു പെണ്ണിന്റെ തലയില് നരകത്തിന്റെ തീയാലുള്ള ഒരു തൊപ്പി അല്ലാഹു ധരിപ്പിക്കുകയാ. അല്ലാഹുവേ,
മുഖത്തുകൂടെ തലച്ചോറിങ്ങനെ ഉരുകി ഒലിക്കുകയാണ്. ഈ പെണ്ണ് കള്ള് കുടിച്ചവളല്ല, അവള് വ്യഭിചരിച്ചവളല്ല, അവള് പലിശ തിന്നവളല്ല, അവള് ശിർക്ക് ചെയ്തവളല്ല, അവള് നിസ്കരിക്കാത്തവളല്ല. പ്രിയപ്പെട്ട പെങ്ങള്, തലമറയ്ക്കാതെ നടന്ന പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കുകയാണ്. നീ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുകയാ, മറ്റുള്ളവർക്ക് ഔറത്ത് തുറന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ആര് വേണമെങ്കിലും കാണാൻ. എന്തൊരു പാപമാടോ, എന്തൊരു പാപമാടോ. ഹറാമ് കാണുകയല്ലേ, ഹറാമ് കാണുകയല്ലേ. ഇതൊക്കെ പടച്ചവനെ പറയുന്നവനെ പരിഹസിക്കുന്ന കാലമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഹറാമ് കാണുന്ന ചെറുപ്പക്കാരാ, വൃത്തികേടുകൾ കാണുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ? നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പടന്ന പടച്ച റബ്ബിന്റെ ഭയാനകമായ പരലോകമുണ്ടല്ലോ. അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ? ഈ ഹറാമ് കാണുന്ന കണ്ണുണ്ടല്ലോ, ഈ ഹറാമ് കണ്ട കണ്ണുണ്ടല്ലോ, ആ കണ്ണിലേക്ക് അല്ലാഹു ഈയമുരുക്കി ഒഴിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു. ഹറാമ് കാണുക ഇന്ന് ഔറത്ത് മറയ്ക്കുന്ന കാര്യം, ആണാകട്ടെ പെണ്ണാകട്ടെ. ഇവിടെ നാളെ പെണ്ണുങ്ങളുടെ തലയിൽ ഒരു നരകത്തിന്റെ തൊപ്പി അല്ലാഹു ധരിപ്പിക്കും, മുടി പുറത്തിട്ട് കൊണ്ട് നടന്നതിന്റെ പേരിൽ. ഇത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലജ്ജ എന്ന് പറയുന്നത് ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയി. അത് ആണാകട്ടെ പെണ്ണാകട്ടെ, ചെറുപ്പക്കാരനാകട്ടെ, ഈ പ്രായമുള്ള മുടിയൊക്കെ നരച്ച ഉമ്മ ഇപ്പോഴും തലമറച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആണുങ്ങളാകട്ടെ, ഇതൊക്കെ നിസ്സാരമായി പോയി. ഇന്നത്തെ വാപ്പമാർ ഇപ്പൊ എല്ലാം വയല് കേൾക്കാൻ വലിയ തങ്ങന്മാരെ പോലെ, വലിയ മഹാന്മാരെ പോലെ എല്ലാം ഇരുന്ന് വയല് കേൾക്കുന്നുണ്ട്. ഈ വയല് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന രംഗം ഒന്ന് ചോദിച്ചേ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മൾ മനസ്സിലാക്കണം, നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല. ഇവിടെ വയല് കേൾക്കാൻ വരുന്ന വാപ്പ വളരെ മാന്യമായ രീതിയിൽ ഇവിടെ വന്ന് വയല് കേൾക്കും. പക്ഷെ വയല് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ വാപ്പ മുണ്ടങ്ങിട്ട് പൊക്കിയിട്ട് ഒരു മടക്കി ഒരു ഉടുത്തുണ്ട്. പടച്ചവനെ, ഉപ്പാക്ക് അറിയാം മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ആണിന്റെ ഔറത്താണെന്ന്. പക്ഷെ അതിന്റെ മുകളിൽ വരെ ഉപ്പാടെ അടിയിൽ കിടക്കുന്ന ആ ഇന്നറിന്റെ അതുവരെ പുറത്തു കാണാൻ കഴിയുന്ന രീതിയിലാണ് ഉപ്പ മുണ്ട് മടക്കി ഉടുത്ത് നടക്കുന്നത്. ഉപ്പാക്ക് അറിയില്ല ഔറത്താണെന്ന്. ഈ വയലിന് വരുന്ന ആൾക്കാരുടെ മുമ്പിലൂടെ നടക്കുന്നവർ പെണ്ണുങ്ങളാണെങ്കിൽ പിന്നെ നിങ്ങളെ കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നടക്കുന്നു. അതിന്ന് പ്രദർശനമായി മാറി. ഇന്ന് തലയിൽ തട്ടമിടുന്നത്, ഇന്ന് തലയിൽ ഒരു ഷാളുണ്ട്, അത് തോളിലിടാനുള്ളതാണെന്ന് ഇന്നത്തെ മുസ്ലിം പെൺകുട്ടികൾ കരുതുന്നത്. എന്തിനാ അതുകൂടെ ഇടുന്നത്? എന്തിനാ അതും കൂടെ കഷ്ടപ്പെട്ടിടുന്നത്? അതുകൂടെ കളഞ്ഞാൽ പോരെ? ഇന്നത്തെ പെൺകുട്ടികൾ പടച്ചവനെ ഷാള് മുസ്ലിമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു ഷാൾ ഇങ്ങനെ തോളിലിടുകയാണ്. ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അമുസ്ലിമീങ്ങളൊക്കെ എത്ര മാന്യമായിട്ടുള്ള വസ്ത്രമാണോ ധരിക്കുന്നത്. ഏറ്റവും സങ്കടകരമെന്ന് പറയട്ടെ, അമുസ്ലിമായ പെൺകുട്ടികൾ അവരൊക്കെ എത്ര മാന്യമായ രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്നു. ഈ ഉമ്മത്തിന് മാത്രമേ ഇങ്ങനെയുള്ളൂ. ബെഡ്റൂമിന്റെ അകത്ത് ധരിക്കേണ്ട ഡ്രസ്സ് വീടിന്റെ അകത്ത് പോലും ധരിക്കാൻ മടിക്കുന്ന ഡ്രസ്സും ഇട്ടുകൊണ്ടാണ് ഇന്നത്തെ മുസ്ലിം പെൺകുട്ടികൾ നടക്കുന്നത്. എല്ലാത്തിന്റെ കയ്യിലും ഒരു ഷാളും ഉണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് എവിടെ മറക്കണം നോക്കാൻ അറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ടൊക്കെ ഉസ്താദന്മാരെ കാണുമ്പോഴെങ്കിലും പെണ്ണുങ്ങൾ തലയിൽ തുണിയിടുമായിരുന്നു. പെണ്ണുങ്ങൾ പണ്ട് തലയിൽ തുണിയിടുന്നത് രണ്ട് സമയങ്ങളിലാണ്. ഒന്ന് ബാങ്ക് വിളിക്കുമ്പോഴും, ഒന്ന് ഉസ്താദിനെ കാണുമ്പോഴും. ബാങ്ക് വിളിക്കുന്ന സമയത്ത് തലമറയ്ക്കും. എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ബാങ്ക് വിളിക്കുന്ന സമയത്ത് മാത്രം തലമറയ്ക്കണമെന്ന് എന്നോട് ആരാ പറഞ്ഞേ? എന്താ തലമറച്ച സ്വർഗത്തിൽ പോവോ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് തലമറച്ച സ്വർഗത്തിൽ. ഉസ്താദിനെ കാണുമ്പോ വാരി വലിച്ചിട്ടൊരു വെപ്രാളം. അത് പണ്ട്. ഇപ്പൊ ഒന്നുമില്ലടോ. ഇപ്പൊ ഉസ്താദിനെ കണ്ട ഉള്ളതുകൂടെ ഊരിക്കളയും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദിനെ കാണുമ്പോ പണ്ടത്തെ പെണ്ണുങ്ങളെ തലയിൽ തുണിയിടും. ഇന്ന് ഉസ്താദിനെ കണ്ടു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഓനോ ഒന്ന് നോക്കി വെച്ചിട്ട് യുവന്മാരാ നമുക്കെതിരെ പ്രസംഗിക്കണത്. ഉള്ളതുകൂടെ സങ്കടം തോന്നാറുണ്ട് പെങ്ങന്മാരെ. എന്റെ പ്രിയപ്പെട്ടവരെ, ലജ്ജ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. വേണമെങ്കിൽ ഞങ്ങളെ കളിയാക്കും. പടച്ചവനെ, ഇന്നത്തെ പെൺകുട്ടികളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ, എല്ലാം ഇൻസ്റ്റാഗ്രാമിന്റെ കാലവാ, റീലിന്റെ കാലം. എവിടെ നോക്കിയാലും വീഡിയോയുടെ കാലം. നല്ലത് ഈനാം പച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറയുന്ന പോലെ ഉമ്മാടെ റീലെടുക്കുന്നത് മോള, ഉമ്മാടെ റീലെടുക്കുന്നത് മോള്, മോളുടെ റീലെടുക്കുന്നത് ഉമ്മ. നല്ല ജോയിന്റെ രണ്ടും. എന്നിട്ടിങ്ങനെ യാചിക്കുകയാ, ലൈക്കതാ, ഷെയർ ചെയ്. എന്തിങ്ങനെ ആയിപ്പോയി? നിങ്ങൾക്ക് എന്താ സംഭവിച്ച സഹോദരിമാരെ? ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാവുള്ളേ?
എടാ ഈ ഇൻസ്റ്റാഗ്രാമും ഈ വീഡിയോയും കൊണ്ട് എന്ത് നേട്ടമായി? എന്റെ ഒരു സങ്കടം, ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ 10-32 വയസ്സുണ്ട്. ഓന്റെ അടുത്ത് കല്യാണക്കാര്യം ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ സങ്കടത്തോടെ പറഞ്ഞ ഒരു കാര്യം, ഉസ്താദെ എന്തേടാ നീ ഇത്രയും കാലമായി എനിക്ക് പെണ്ണ് കിട്ടുന്നില്ല ഉസ്താദെ, എനിക്ക് പെണ്ണ് കിട്ടുന്നില്ല ഉസ്താദെ. കാരണം ആ ചെറുപ്പക്കാരന് ഫേസ്ബുക്കും ഇല്ല, ഇൻസ്റ്റാഗ്രാമും ഇല്ല, വീഡിയോ ഇല്ല, സാധുവാ. അവൻ എനിക്ക് നല്ലതുപോലെ അറിയാം, കഞ്ചാവ് അടിക്കത്തില്ല, കള്ളു കുടിക്കത്തില്ല, ഒരു വീഡിയോ പോലും വലിക്കത്തില്ല, വളരെ മാന്യമായ രീതിയിൽ ജീവിതം നയിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. പക്ഷെ പെണ്ണ് കിട്ടുന്നില്ല. എന്നാ കഞ്ചാവ് അടിക്കുന്നവന് MDMന്റെ കേസിലെ പ്രതിക്ക് ഒന്ന് ഒളിച്ചോടിയതാണെങ്കിലും കിട്ടുന്നില്ല. ഒന്ന് ആലോചിക്കുക, നല്ലവർക്ക് ഇന്ന് കിട്ടുന്നില്ല. കാരണം ഇന്ന് കയറിയിട്ടെല്ലാം ഇൻസ്റ്റാഗ്രാമില് എങ്ങനെയുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ ആലോചിക്കുക. അവസാനം അങ്ങനെ തന്നെ ആയിപ്പോയി സമുദായം. ഇന്ന് എന്തും പറയാൻ, എന്തും കാണിക്കാൻ, എടോ നാണമെന്ന് പറയുന്നതില്ലാതെ പോകുന്നടോ. എന്തിനും ഒരു പരിധിയില്ലേ പെങ്ങന്മാരെ? സഹോദര, എന്തിനും ഒരു പരിധിയില്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ കളിക്കുന്നത്? ഇതുപോലെ വേറെ ആരുമില്ലല്ലോ, എവിടെ പോയാലും. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. കണ്ടപ്പോ സങ്കടം തോന്നി, ഇറങ്ങിപ്പോയി. കാരണം അവിടെ ഇരിക്കുന്നത് മുഴുവനും മുസ്ലിമീങ്ങൾ. എന്നെ കണ്ടപ്പോ നരച്ചുവയ്ക്ക്, എവിടെ പോയാലും ഇത് തന്നെ. ഇപ്പൊ വയത് കേൾക്കാൻ വന്നിരിക്കുന്നു. പടച്ചവനെല്ലാം ഫർദ് ഹിജാബും. അള്ളാഹു പ്രതിഫലം തരുമാറാകട്ടെ. ആമീൻ പറ. ഇപ്പൊ ഇരിക്കണ മൊത്തം ഫർദ് ഹിജാബും. കല്യാണ വീട്ടിൽ പോയി നോക്കിക്കേ. ഒരു കല്യാണത്തിന് വീട്ടിൽ, ഈ അടുത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ എനിക്ക് അറിയുന്ന ഒരു സുഹൃത്തിന്റെ ഭാര്യ കല്യാണ വീട്ടിൽ പോവാ, ഫർദ ഇട്ടുകൊണ്ട് വന്നവരാ. ഫർദ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കൂടിയ ചുരിദാർ ആര് കാണാനാ? അതാ ലിക്കുന്നത്. എല്ലാവരും ഇങ്ങനെയുള്ള ധാരണകളാ. അതെന്താ? അള്ളാനെ പറ്റിക്കാൻ വേണ്ടി. മക്കളെ എപ്പോ വേണമെങ്കിലും നടക്കാം. ഉസ്താദ് അള്ളവൊന്നുമല്ല. ഉസ്താദിനെ കാണുമ്പോ തലമറയ്ക്കണമെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. ഉസ്താദിനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വല്ലതും ഉണ്ടോ? ഇവിടുത്തെ ഖതീബ് എനിക്കറിയില്ല. ഉസ്താദിനെ കാണുമ്പോ തലമറയ്ക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടില്ലടോ. ബഹുമാനിക്കണമെന്ന് പഠിച്ചിട്ടുണ്ട്. ഉസ്താദിനെ, ഗുരുനാഥനെ ബഹുമാനിക്കണം. ഉസ്താദിനെ കാണുമ്പോ തലമറയ്ക്കണമെന്ന് ഞാൻ പഠിച്ചിട്ടില്ല. ഉസ്താദിനെ കാണുമ്പോ ഒരു മറ. ഉസ്താദ് അങ്ങോട്ട് പോയ അല്ലാഹു ആരും പറഞ്ഞു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഇവരുടെ ഒരു വെപ്രാളം കാണണം. അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാ ബാങ്ക് വിളിക്കുന്നത്, ഷാളിട്. എന്തൊരു വെപ്രാളം. അങ്ങനെ ഉമ്മായും മോളും കൂടെ ഷാള് തിരയും. അവസാനം കിട്ടിയത് ഒരു ഷാള. ഉമ്മായും പകുതി, മോളും പകുതി. ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒറ്റ കളത്തിൽ പോയി കഴിഞ്ഞു. എന്തിനാ ഷാള്? ഇതിന്റെ പ്രത്യേകത എന്താ? ഇന്ന് സ്വർഗത്തിൽ പോകുന്ന നീ വിചാരിച്ച ഷാളിട്ട, തലയിലൊരു ഷാളിട്ട സ്വർഗത്തിൽ പോകുന്നില്ല പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആണാകട്ടെ, പിന്നെ വാപ്പ മുണ്ടും മടക്കി നടക്കും. ഉമ്മാടെ കോലൊന്നും പറയാതിരിക്കലെന്നല്ല. പിന്നെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞ സായിപ്പിന്റെ നിക്കറിട്ട് നടക്കുന്ന, രാത്രി എങ്ങാണം ഒരു കള്ളൻ വന്നു എന്ന് പറഞ്ഞൊരു ശബ്ദം കേട്ട ചാടി ഇറങ്ങുമ്പോ പടച്ചവനെ ഗോവ കടപ്പുറത്ത് നിൽക്കുന്നത് പോലെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, പെട്ടെന്നൊരു ശബ്ദം കേട്ടു. എല്ലാരും കൂടെ വീടിന്റെ പുറത്തേക്ക് ചാടിയാൽ പടച്ചവനെ അത്ഭുതം. ഇപ്പൊ വാപ്പമാർ വിടാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുപ്പക്കാര് നിക്കറിട്ടുകൊണ്ട് റോഡിൽ കൂടെ നടക്കാം. ഔറത്ത് ആണാകട്ടെ പെണ്ണാകട്ടെ, പെൺകുട്ടികളുടെ ഒക്കെ കോലങ്ങൾ നിങ്ങൾ ചിന്തിക്കാത്തതിന്റെ. നിങ്ങൾ വീടിന്റെ അകത്ത് പോലും നിങ്ങളുടെ മക്കൾ ധരിക്കുന്ന വസ്ത്രത്തെ കുറിച്ചും ഓർമ്മയുണ്ടോ? നിങ്ങൾ ഉമ്മമാരല്ലേ? നിങ്ങളുടെ പ്രായപൂർത്തിയായ മക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ. ഈ പെൺകുട്ടി 15-18 വയസ്സുള്ള പൊന്നുമോള് ആ പ്രായപൂർത്തിയായ മകളുടെ മുമ്പിലൂടെ ഈ കൂടപ്പുറപ്പായ സഹോദരൻ നിക്കറ് വിട്ട് നടക്കുമ്പോ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നുണ്ടോ? എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ പൊന്നുമോള് 15 വയസ്സുകാരി, 18 വയസ്സുകാരി, വാപ്പ ഇരിക്കുന്നുണ്ട്, ഉമ്മ ഇരിക്കുന്നുണ്ട്, കൂടപ്പുറപ്പിരിക്കുന്നുണ്ട്. ഇവള് നൈറ്റ് ഡ്രസ് ഇട്ടുകൊണ്ടാ ഭക്ഷണം കഴിക്കാൻ വരുന്നേ. നിനക്ക് കണ്ണില്ലേ പെങ്ങളെ? നിനക്ക് കണ്ണില്ലേ സഹോദരി? നിന്റെ മകളെ നീ കാണുന്നവളല്ലേ? അവളുടെ ശരീരത്തിന്റെ വളർച്ചകൾ അറിയുന്നതല്ലേ? നീ ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു മുടി കാണുന്നത് പോലെയോ കൈ കാണുന്നത് പോലെയല്ലല്ലോ. ശരീരത്തിന്റെ ഔറത്തുകൾ പുറത്തു കാണുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് വീടിന്റെ അകത്ത് നടക്കുന്നവർ ധരിക്കണ്ട എന്ന് പറയുന്നില്ല. മാന്യമായ വസ്ത്രം ധരിക്കാമല്ലോ. ഇത് പറയുമ്പോ നിങ്ങൾ എന്നോട് ചോദിക്കും, ഉസ്താദെ അവര് കൂടപ്പറപ്പല്ലേ? എന്താ കൂടപ്പറപ്പിനെ കാണാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നത് പെങ്ങളെ, നിന്റെ സഹോദരന്റെ ഔറത്ത് നിനക്ക് കാണാൻ പറ്റുമോ? നിന്റെ ഔറത്ത് നിന്റെ സഹോദരനെ കാണാൻ പറ്റുമോ? വേണ്ട, നിനക്ക് ജന്മം നൽകിയ നിന്റെ വാപ്പയുടെ ഔറത്ത് കാണാൻ പറ്റുമോ? നിങ്ങളുടെ ഉമ്മയുടെ ഔറത്ത് കാണാൻ പറ്റുമോ? എടോ, മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാ? മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാ? കളിയും തമാശയും ഒക്കെ മാറ്റട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, മക്കളെ വളർത്തേണ്ടത് എങ്ങനെ? ഉസ്താദെ, മക്കള് സെക്സ് വീഡിയോ കാണുന്നു, വൃത്തികേടുകൾ നടത്തുന്നു, കണ്ടവന്റെ കൂടെ നടക്കുന്നു, തലതിരിഞ്ഞു പോയി എന്ന് പരിഹസിക്കുമ്പോ, സങ്കടം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാ ഉമ്മ? നിനക്കറിയത്തില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇന്ന് സിനിമ കാണുന്നത് പടച്ചവനെ സെക്സ് ഇല്ലാത്ത സിനിമകൾ ഇന്നില്ലടോ. ഏത് ഫിലിമാണ് കൂടപ്പറപ്പുകളായി കുടുംബക്കാർ ഒരുമിച്ചിരുന്ന് കാണാൻ? വാപ്പയും ഉമ്മയും മക്കളും സഹോദരനും ഒരുമിച്ച്
ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഫിലിം പറയാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ലജ്ജ തോന്നുകയാണ്. ഒരുമിച്ചിരുന്നാണ് ഇന്ന് കാണുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് മക്കള് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, 3 സമയങ്ങളിൽ വാപ്പായും ഉമ്മായും താമസിക്കുന്ന ബെഡ്റൂമിന്റെ അകത്ത് മക്കള് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. വയല് പറയുന്ന ഉസ്താദിന് ചൂടുവെള്ളവും വയല് കേൾക്കാൻ വന്നവർക്ക് ചായ അല്ലേ, കുടിച്ചില്ലേ? പായസമാണോ? അൽഹംദുലില്ലാ. അല്ലാഹു നിങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അല്ലാഹു ഹൗദുൽ കൗസർ കുടിക്കാൻ എനിക്കും ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ വാതിൽ ഇങ്ങനെ തട്ടിയിട്ട് അനുവാദം ചോദിക്കണം. ആര്? 45 വയസ്സുകാരനല്ല, 25 വയസ്സുകാരനല്ല, 18 വയസ്സുകാരനല്ല, 13 വയസ്സുകാരനല്ല, പ്രായപൂർത്തിയാകാത്ത മക്കൾ എന്ന് പറഞ്ഞ 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലി നിസ്കരിപ്പിക്കണം. ആ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കൾ, 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, അവര് വാപ്പയും ഉമ്മയും താമസിക്കുന്ന റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ 3 സമയങ്ങളിൽ അനുവാദം ചോദിച്ചിട്ടേ അകത്ത് കയറാവൂ, അല്ലാതെ കയറരുത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏതായി 3 സമയം? 1 വെളുപ്പാങ്കാലം, സുബഹിയുടെ സമയം, സുബഹിക്ക് മുമ്പുള്ള സമയം. 2 ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന സമയം. 3 രാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ വാപ്പായും ഉമ്മായും റൂമിന്റെ അകത്തുണ്ടെങ്കിൽ ആ റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം, ഇല്ലാതെ കയറരുത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താ ഇതിന്റെ കാരണം? എന്താണ് ഇതിന്റെ കാരണം? എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഈ ആണുങ്ങളെല്ലാവരും നമ്മളൊക്കെ രാത്രി കിടക്കുമ്പോ ഒരു മുണ്ടെടുത്തിട്ട് കിടന്നുറങ്ങും. ഉടുക്കൂലേ? നിങ്ങൾ എന്തോ വെടിയുണ്ടതുപോലെ ഇരിക്കുന്ന മുണ്ടുടുക്കൂലേ? എല്ലാരും മുണ്ടുടുക്കൂലേ? ഉടുക്കാറുണ്ടല്ലോ. ഈ വെളുപ്പാങ്കാലത്ത് നേരം വെളുത്തിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യം തിരയുന്നത് എന്താ? ഈ മുണ്ട് എവിടെയാ? നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന സമയം ആരും ബെൽറ്റൊന്നും ഇട്ടിട്ടല്ലോ ഉടുക്കണേ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന സമയം നമ്മൾ ആദ്യം തിരയുന്ന എന്റെ മുണ്ടെന്റെ ആമിന അതോ കിടക്കണ ആക്കാ. സുബ്ഹാനല്ലാഹ്. നീ ചിന്തിച്ചു നോക്കിക്കേ, ഈ വെളുപ്പാങ്കാല സമയത്ത് നിന്റെ മകനോ നിന്റെ മകളോ ആ ബെഡ്റൂമിന്റെ അകത്തെങ്ങാനും കയറി വന്ന, സുബ്ഹാനല്ലാഹ്, സായിപ്പ് പോലും തോറ്റുപോകും. വാപ്പ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വാപ്പ കടപ്പുറത്ത് കിടക്കണ പോലെ കിടക്കാം. ഉമ്മാടെ കാര്യം ഞാൻ പറയണില്ല, നീട്ടിരിക്കണ ചുരിദാർ എവിടാതെ എനിക്കറിയില്ല. അല്ലാഹു അല്ല, നിങ്ങളെ കുറിച്ചൊന്നും പറയാനും പറ്റില്ലല്ലോ, എല്ലാം കേസായതുകൊണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാപ്പായുടെ മുണ്ട് മാറി കിടക്കുന്നുണ്ട്, ഉമ്മയുടെ ഔറത്ത് തുറന്നു കിടക്കുന്നുണ്ട്. ഇത് ഒരു മകനോ ഒരു മകളോ കാണാൻ പാടില്ല. അതാ ഖുർആൻ പറയുന്നേ. ഒരു മകൻ കണ്ടെന്ന് പറഞ്ഞ് ഒന്നുമില്ല. എന്റെ ഉമ്മാടെ ഔറത്ത് ഈ സമയത്ത് ഞാൻ കണ്ടാൽ എനിക്കൊന്നും തോന്നാറില്ല. നിങ്ങളുടെ വാപ്പയുടെ ഔറത്ത് നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്കൊന്നും തോന്നാറില്ല. എന്നാലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, കാണണ്ട കാണണ്ട കാണണ്ട. പ്രത്യേകിച്ച് ആ കുഞ്ഞുങ്ങൾ കാണാൻ പാടില്ല. ആ പ്രായപൂർത്തിയാകാത്ത മക്കൾ അത് കാണാൻ പാടില്ല. കാരണം പടച്ചവനെ, ചൊട്ടയിലെ ശീലമ ചുടല വരെയെന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ഈ പിഞ്ചുമക്കളുടെ മനസ്സിലത് പതിയുകയാണ്. ആ പിഞ്ചുമക്കളുടെ മനസ്സിലത് പതിയുന്നു. ഒരുപാട് സംശയങ്ങൾ വരുന്നു. അവസാനം ഭാവിയിലൊരു വഴിതെറ്റി പോകാൻ കാരണമാകുന്നു. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, വാപ്പയുടേതാണെങ്കിലും കാണരുത്, ഉമ്മയുടേതാണെങ്കിലും കാണരുത്. സൂക്ഷ്മത പുലർത്തിയിട്ട് വേണം മക്കളെ വളർത്തേണ്ടതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുമ്പോ, പെങ്ങളെ
ബാത്റൂമിന്റെ വാതില് തുറന്നിട്ടിട്ട് ബെഡ്റൂമിന്റെ വാതിലടച്ചിട്ട് ഞാനും കുഞ്ഞും മാത്രമല്ലേ ഉള്ളൂ. ഒരുമിച്ച് കുളിക്കുന്ന കുട്ടികളും ഉമ്മമാരുമില്ലേ. ഇന്ന് നിസാരമാണോ? മക്കളുടെ മുമ്പിൽ ഇരുന്ന് എന്തും കാണിക്കുകയാണ്. ആ പിഞ്ചുമക്കള് പൊട്ടന്മാരല്ല, അവർക്ക് പലതും തിരിയും ചെറുപ്പക്കാരാ. പെങ്ങളെ, പിഞ്ചുമക്കള് പഴയതുപോലെയല്ല. നിനക്കറിയാത്ത പല കാര്യങ്ങളും ഇന്ന് കുഞ്ഞുങ്ങൾക്കറിയാമടോ. ഇന്നത്തെ കുട്ടികൾക്ക് വല്ലാത്ത കഴിവാണ്. പഴയതുപോലെയല്ല, കാലം മാറി പെങ്ങള്. കുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന മക്കള് പോലും ചർച്ച ചെയ്യുന്നത് പല കാര്യങ്ങളാണോ. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ യൂട്യൂബ് കാണാറുണ്ടല്ലോ, ഒന്നെടുത്ത് പരിശോധിച്ച് നോക്ക് മക്കള് കാണുന്നത് എന്താണെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കളെ വളർത്തുമ്പോൾ എത്രത്തോളം സൂക്ഷ്മത പുലർത്തണമെന്ന് ഖുർആൻ പറയുകയാ. അതുകൊണ്ട് ലജ്ജയില്ലാത്ത സമൂഹമായി മാറിയിരിക്കുകയാണ്. നബിതങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ എന്റെ സമുദായം നടുറോഡിൽ കിടന്ന് വ്യഭിചരിക്കുകയാ. ഒന്ന് മാറിക്കിടന്നാ പോരെ, ഒന്ന് മാറിക്കിടന്ന് ചെയ്താ പോരെ എന്ന് ചോദിക്കുന്ന ഒരു കാലം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ആ ഹദീസ് കേട്ടപ്പോ അത്ഭുതമായിരുന്നു. ഇങ്ങനെയൊക്കെ നടക്കുമോ പടച്ചവന്? റോഡിൽ കിടന്ന് വ്യഭിചരിക്കുമോ? മാറിക്കിടക്കാൻ പറയുന്ന ഒരു കാലം വരുമെന്ന് നബിതങ്ങൾ പറഞ്ഞല്ലോ. ഇതൊക്കെ പടച്ചവനെ നടക്കുന്ന കാര്യമാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷേ ഇന്ന് പടച്ചവനെ നമ്മുടെ സമുദായത്തിനൊരു മരം മതിയടോ. ഏതെങ്കിലും കടപ്പുറത്തോ ബീച്ചിലോ റോഡ് സൈഡിലോ ഒരു മരം മതിയടോ. ആ മരത്തിന്റെ ചുവട്ടില് പടച്ചവനെ അവരിൽ നിന്ന് വൃത്തികേടുകൾ ചെയ്യുകയാണ്. എന്തിനാണ്? സഞ്ചരിക്കുന്ന ബസിന്റെ ഏറ്റവും പുറകിലെ സീറ്റ് ഉണ്ടല്ലോ, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് വല്ലാത്ത ഇഷ്ടമാണ്. സാധാരണ ആരും പുറകിൽ പോയിരിക്കാറില്ല. ഇന്നത്തെ കുട്ടികൾക്ക് ഏറ്റവും ബാക്കിലെ സീറ്റാണ്, കണ്ടക്ടർ പുറകിലിരിക്കുന്ന സീറ്റാണ്. ഓടിച്ചെന്നവിടെ ഇരിക്കുകയാണ്. അല്ലാഹുവേ, ലജ്ജ തോന്നാറുണ്ടോ? സങ്കടം തോന്നാറുണ്ടോ? നാണമില്ലാതെ പോകുന്നടോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെയും നാണമില്ലാത്തവൻ എന്തു വേണമെങ്കിലും ചെയ്യാമടോ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ചില മക്കൾക്ക് വല്ലാത്ത നാണമാണ്. മഹാനായ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു വാപ്പ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇവന് വല്ലാത്ത ലജ്ജയാ നബിയേ. ഇവൻ ആരോടും സംസാരിക്കാറില്ല നബിയേ. ഇവൻ ആരുടെ മുമ്പിലും വരാറില്ല നബിയേ. ഇവന് വല്ലാത്ത നാണമാണ് നബിയേ. നമ്മളും പറയാറുണ്ടല്ലോ, ഉമ്മ ഇവക്ക് വല്ലാത്ത നാണമാ, ഇവൾ ആണുങ്ങളുടെ മുമ്പിൽ വരൂല, അവള് തലം തുറന്നിട്ട് കൊണ്ട് ആരുടെ മുമ്പിലും പോകില്ല, എത്ര നിർബന്ധിച്ചാലും അവള് സംസാരിക്കില്ല, അവൾക്ക് വല്ലാത്ത നാണമാണെന്ന് പറഞ്ഞ് വഴക്ക് പറയുന്ന ഉമ്മ. പൊന്നുമോന് വൃത്തികേടുകൾ കാണുമ്പോൾ മാറി നിൽക്കുകയാണ്. അവൻ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും ഇടപെടാറില്ല, പെണ്ണുങ്ങളോട് അധികമായി സംസാരിക്കാറില്ല, ഒരു മോശമായ കാര്യങ്ങൾക്കും നിന്റെ മകന് പോകാറില്ല. നീ പറയും അവന് നാണമാണെന്ന്, ഇവന് വല്ലാത്ത നാണമാണെന്ന്. എന്നാൽ അങ്ങനെ പറയല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട്, എന്റെ പൊന്നാര മകന് വല്ലാത്ത നാണമാണ് നബിയേ, ഇവൻ ആരോടും അധികം സംസാരിക്കാറില്ല നബിയേ, ഉപദേശിക്കണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അവനെ വിട്ടേക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അവനെ വിട്ടേക്കാർ. കാരണം എന്തെന്നറിയോ? ഈമാനുള്ളവന്റെ അടയാളമാണ് ലജ്ജയുണ്ടാവുക. ഈമാനുള്ളവന്റെ അടയാളമാണ് ലജ്ജയുണ്ടാവുക. ഈമാനിന്റെ ഭാഗമല്ലേ ലജ്ജ എന്ന് പറയുന്നത്. ഈമാനില്ലാത്തവൻ എന്ത് നാണമടോ, എന്തു മാനമടോ, എന്തുളുപ്പടോ, അവനെന്തും ചെയ്യുമടോ.
ചെറുപ്പമാണോ? നാണമില്ലാത്തവന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിയോട് പറയുകയാ, മോളെ ലജ്ജയുള്ളവളാകൂ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്ക്, ശരീരം മറച്ച നടക്ക്. ഈ തൊലിവെളുപ്പം ഈ സൗന്ദര്യമൊക്കെ എത്ര കാലമാണ് പെണ്ണേ? തുറന്നിട്ട് കൊണ്ട് നടക്കുന്നത് കൊണ്ട് നിനക്കെന്ത് നേട്ടമാ പെണ്ണേ? ഇതെല്ലാം പുഴുക്കൾ തിന്നാനുള്ളതല്ലോ. ഒരു രോഗം വന്നാ സർവ്വതും തീരുമല്ലോ. തുടച്ചവനെയുന്ന പെണ്ണുങ്ങളെ ശരീരം തുറന്നിട്ട് കൊണ്ട് വല്ലാത്ത സൗന്ദര്യവതിയാണെന്ന് കാണിച്ചുകൊണ്ട് നടക്കുകയാണ്. ചെറുപ്പക്കാരും അങ്ങനെ തന്നെയാണ്. ഇല്ല മക്കള്, ഇതെല്ലാം അല്ലാഹുവിന് ഒരു നിമിഷം മതി എല്ലാം ഇല്ലാതാക്കാറ്. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ. ഈ തുറന്നിട്ട് കൊണ്ട് നടക്കുന്നത് ഒരിക്കലും സൗന്ദര്യമല്ല പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ. അല്ലാതെ ഹറാമ കണ്ടുകൊണ്ട് ഔറത്ത് തുറന്നിട്ട് കൊണ്ട് അല്ലാഹുവിനെ മറന്നു നടന്ന നിസാര ശിക്ഷയല്ല ഉമ്മ, നിസാര ശിക്ഷയല്ല, ആഖിബത്ത് മോശമാകും പെങ്ങള്. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, വൃത്തികേടുകൾ കാണുന്നവന്, സെക്സ് വീഡിയോ കാണുന്നവന് ഇന്ന് വല്ലാത്ത ഒരു രസമാണോ? പരസ്പരം ഷെയർ ചെയ്യുകയാണ്. കൂടപ്പറപ്പുകൾ പടച്ചവനെ കൂട്ടുകാര് സെക്സ് വീഡിയോ വല്ലാതെ ഷെയർ ചെയ്യുന്ന കാലമാണ്. അതിനുവേണ്ടി ഗ്രൂപ്പുകൾ ഉണ്ടോ? ആണുങ്ങളും പെണ്ണുങ്ങളും ഷെയർ ചെയ്യുകയാണ്. വേണ്ട മോളെ, ഹറാമാ മോളെ, ഹറാമാ മോനെ. അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷയെ കുറിച്ച് നിനക്കറിയാനട്ടാ. വൃത്തികേടുകൾ കാണുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അത് ചെറിയ പാപമല്ല, അത് ചെറിയ പാപമല്ല. നിനക്കതിനെ കുറിച്ച് അറിയാനട്ടാ. അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയോ? ഈമാനില്ലാത്ത മരണമാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വരുന്ന രംഗമുണ്ടല്ലോ. കാലിന്റെ വിരൽ മുതൽ റൂഹ് പിടിച്ച് ഈ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ പറയണ്ടേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ആഗ്രഹമുണ്ടോ പെങ്ങള്? പൊന്നുമോളെ, കഴിയില്ല പെങ്ങള്. ഹറാമ കാണുന്നവന്, സെക്സ് വീഡിയോ കാണുന്നവന്, വൃത്തികേടുകൾ കാണുന്നവര് അല്ലാഹു നിങ്ങൾക്ക് ഈമാനുള്ള മരണം തരൂല. പടച്ച റബ്ബേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. നല്ല മരണം തരണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. പടച്ചവനെ, ക്യാൻസർ കൊണ്ട് കഷ്ടപ്പെടുന്നവര്, മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവര്, അല്ലാഹുവേ എല്ലാവർക്കും താങ്ങും തണലുമായി നിൽക്കുന്നവരാ, എല്ലാവർക്കും താങ്ങും തണലുമായി നിൽക്കുന്നവരാ. സംഘാടകർ ബക്കറ്റുമായി കടന്നു വരികയാണ്. പടച്ചവനോട് പറയണമല്ലാ, പടച്ചവനെ മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഒരാള് 5 പൈസ വെറുതെ കൊടുക്കണ്ട. അസ്സദഖത്തുറദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്, മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റുമെന്ന്. അതുകൊണ്ട് പടച്ചവര് സംഘാടകർ ബക്കറ്റുമായി കടന്നു വരുന്നു. മാസമാണ്, അല്ലാഹുവിനോട് ബറക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാണ്. തലയുടെ മുകളിൽ അല്ലാഹുവിന്റെ മലക്കുകൾ കാത്തു നിൽക്കുകയാണ്. ഈ ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം നിങ്ങൾ കൊടുത്താൽ ആ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് പടച്ചവനോട് പറയുന്നു, അല്ലാഹ് ഉള്ളതിൽ പങ്കു കൊടുത്തു റബ്ബേ, ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. കൊടുക്കാതെ ഇരുന്നാൽ പടച്ച റബ്ബ് തന്നതിൽ അല്പം കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ മലക്കുകൾ പടച്ചവനോട് പറയുന്നു, അല്ലാഹ് നീ കൊടുത്തത് ഇവനെ പിടിച്ചു വെച്ചു റബ്ബേ,
നീയും പിടിച്ചു വെക്കണേ അല്ലാ. ശഅബാനിന്റെ രാത്രിയാ, ശഅബാനിന്റെ രാത്രിയാ. അതുകൊണ്ട് അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്കാൻ മനസ്സ് കാണിക്ക്. അല്ലാഹു തന്നതിൽ നിന്ന് ഒരൽപ്പം നിങ്ങൾ കൊടുക്ക്. തലയുടെ മുകളിൽ നിന്നുകൊണ്ടൊരു മലക്ക് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ എല്ലാവരും ഇൻഷാ അല്ലാഹ് അവരവരെ കൊണ്ട് കഴിയുന്നത് കൊടുക്ക്. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞാൻ ഇരുന്നോട്ടെ, ഇരുന്ന് പ്രസംഗിച്ചോട്ടെ. സുഖമില്ലടോ. ഒന്നാമത് കാലിന് നടുവിന് വേദന. സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഇത്രയും ദൂരം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് സത്യം പറഞ്ഞ റെസ്റ്റ് പോലും എടുത്തില്ല. അള്ളാഹു നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു ബക്കറ്റും കൊണ്ടുപോയി ഞങ്ങാതി പോയാ പതുക്കെ പടം. നീ ഭയങ്കര കാണ്ട ആധുനിക യുഗ, ഹൈടെക് യുഗമാണെന്ന് തോന്നുന്നില്ല പഠിച്ചാനെ. ആ സ്കാനറൊക്കെ കൈ കൊണ്ട് നടക്കാല്ലേ, ഒരു രക്ഷയില്ല. സാധാ പൈസ ഇല്ല, ഗൂഗിൾ പേ ഇല്ല, എല്ലാം ഉണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ വിചാരിക്കുന്നത് ഈ ഹറാമ് കാണുന്നത് കുഴപ്പമൊന്നുമില്ല എന്നാണ് നമ്മുടെ ഒരു ധാരണ. നമ്മൾ വ്യഭിചരിക്കുന്നില്ല, നമുക്കതിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ ഇതെല്ലാം ഇങ്ങനെ നടക്കുക. ആണും പെണ്ണാകട്ടെ ഒന്നും ഒരു ശ്രദ്ധയില്ല. ഭാര്യയും ഭർത്താവുമാര് പോലും ഇന്ന് സെക്സിന്റെ കാലമാണ്. ഇവിടെ നോക്കിയാൽ അത് തന്നെ. ഇന്ന് ഗ്രൂപ്പുകൾ പോലും പടച്ചവനെ ഒരു ബോധവും ഇല്ല എന്ന്. എന്റെ പ്രിയപ്പെട്ടവൻ, അതിനകത്ത് എന്ത് സന്തോഷമാകട്ടെ എന്ന് ആർക്കും അറിയില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു ഭാര്യയും ഭർത്താവും പോലും നിങ്ങളെ കുറിച്ച് പഠിക്കടോ. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിതങ്ങളുടെ ചരിത്രം വായിച്ചു നോക്ക്. ഉസ്മാൻ തങ്ങൾ സ്വന്തം കൈകൊണ്ട് പോലും ഔറത്തിൽ തൊട്ടിട്ടില്ല എന്ന ചരിത്രം പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇന്ന് അതിന് അഡിക്റ്റായി പോകുന്നു ഇന്നെല്ലാരും. അത് കണ്ടിട്ടൊരു ആനന്ദം, ഒരു സുഖം എന്താ നിങ്ങൾക്ക് അതുകൊണ്ട് നേടാൻ കഴിയുക? ഇന്ന് പരസ്പരം വീഡിയോകൾ പിടിച്ചു വെക്കുക. സ്വന്തം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വീഡിയോകൾ പോലും പിടിച്ചു വെക്കുന്ന ഒരു കാലഘട്ടം. മൊബൈൽ അവിടെ എവിടെയെങ്കിലും കൊടുക്കുമ്പോഴെല്ലാം അറിയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ട് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ഇങ്ങനെ തവാഫ് ചെയ്യുകയാ ഒരു മഹാൻ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളൊന്ന് എഴുന്നേറ്റപ്പ, എഴുന്നേറ്റ്, ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ്, ഇത്തിരി മുന്നോട്ട് പോവാ. അപ്പൊ നമ്മൾ തമ്മിലുള്ള സാമൂഹിക അകലം കൂടിപ്പോയി. ഇനി കൊറോണ ഒന്നുമില്ല, കസേര എടുത്തോണ്ട് പോവാ. ഈ സ്ഥിര യാത്രയായതുകൊണ്ട് ഒന്നാമത് നല്ല തണുപ്പില്ലേ? നിങ്ങൾക്ക് ഓക്സിജന്റെ ഒട്ടി ഇരിക്കണ്ടപ്പാ. ഇങ്ങോട്ട് കയറി ഇരിക്കും. പെട്ടെന്ന് തണുപ്പുണ്ടോ? നിങ്ങൾ കോട്ട കെട്ടിരിക്കുന്നു. ഇങ്ങോട്ട് കയറി ഒന്ന് വാ മനുഷ്യന്മാരെ. നിങ്ങൾ എന്ത് സ്നേഹമില്ലാത്ത. പെട്ടെന്ന് കയറിക്കോ. ഇൻഷാ അല്ലാഹ് ഇരിക്കിരിക്കും. അൽഹംദുലില്ലാഹ്. അകത്തോട്ട് കയറിയിരുന്നു. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മഹാൻ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിൽ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. സ്വർഗം തായെന്നൊന്നും അല്ല ദുആ ചെയ്യുന്നേ. ഈ മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന, പടച്ചോനെ എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാഹ്. ദുആ ചെയ്യണേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എന്റെ സഹോദരങ്ങളുടെ അവസ്ഥ എനിക്ക് വരുത്തല്ലേ അല്ലാഹ്. എനിക്ക് ഈമാനുള്ള മരണം തരണേ അല്ലാഹ്. തവാഫ് ചെയ്യുന്ന വേളയിൽ ഇങ്ങനെ നോക്കുമ്പോ ഈ ചങ്ങാതി ഇത് മാത്രമേ ദുആ ചെയ്യുന്നുള്ളൂ.
അള്ളാഹിനോട് പറയുന്നു, പടച്ചവനെ എന്റെ സഹോദരന്റെ അവസ്ഥ എനിക്ക് വരുത്തരുത്, എനിക്ക് ഈമാനുള്ള മരണം തരണം. അങ്ങനെ ദുആ ചെയ്യുന്ന ഒരു മനുഷ്യനെ കാണുകയാണ്. ഈ മഹാൻ തമാഫെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഈ ചെറുപ്പക്കാരനെ കാണുകയാണ്. അവിടെ നിന്ന് ചോദിച്ചു, മോനെ നീ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു, നീ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു. അല്ലാഹുവിനോട് പറയുന്നു, നിന്റെ സഹോദരങ്ങളുടെ അവസ്ഥ വരുത്തരുതെന്ന്, നിന്റെ ഇക്കാട് അവസ്ഥ വരുത്തരുതെന്ന് നീ പടച്ചവനോട് ദുആ ചെയ്യുന്നല്ലോ. എന്നോട് പറയുമോ നിന്റെ ഇക്കാനെന്തു പറ്റി, നിന്റെ ജ്യേഷ്ഠൻ എന്താണ് സംഭവിച്ചത് എന്ന് മഹാനവറുകൾ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തങ്ങളെ എന്റെ ജ്യേഷ്ഠൻ അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനാ, ഞങ്ങളുടെ നാട്ടിലെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനാണ്. ഒരുപാട് വർഷമായി എന്റെ ഇക്ക പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ ഇക്കാടെ മരണമെടുത്തപ്പോ, എന്റെ ജ്യേഷ്ഠന്റെ മരണമെടുത്തപ്പോ, അല്ലാഹുവേ ഞാൻ എന്റെ ജ്യേഷ്ഠന്റെ അടുത്തുണ്ടായിരുന്നു. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന എന്റെ സഹോദരന്റെ ചാരത്ത് ഞാൻ ഉണ്ടായിരുന്നു. പടച്ചവനെ മരിക്കാ സമയമായപ്പോ എന്നോട് പറഞ്ഞു ഖുർആൻ എടുത്തു കൊടുക്കാൻ, ഖുർആൻ എടുത്തു കൊടുക്കാൻ. ഞാൻ വിചാരിച്ചു ഖുർആൻ ഓതി മരിക്കാനായിരിക്കും തമ്പുരാന്. ഒരുപാട് കാലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനാണല്ലോ, അതുകൊണ്ട് ഖുർആൻ ഓതി മരിക്കാനായിരിക്കും തമ്പുരാന്. ഖുർആൻ എടുത്ത് കയ്യിൽ കൊടുക്കുമ്പോ അവിടുന്ന് ഖുർആൻ എടുത്ത് വലിച്ചെറിയുകയാ. ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ ജ്യേഷ്ഠൻ മരിച്ചത് ഈമാനില്ലാതെയാ. ശഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തപ്പോൾ അവിടുന്ന് പോടാ എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. ഈമാനില്ലാതെയാണ് മരിച്ചുപോയത്, ഈമാനില്ലാതെയാണ് മരിച്ചുപോയത്. എന്താണെന്ന് എനിക്കറിയില്ല, എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ ജ്യേഷ്ഠൻ നല്ല ഒരു മനുഷ്യനായിരുന്നു, പക്ഷേ ഈ മരണത്തിന്റെ സമയം ഇങ്ങനെയായി പോയി. ഇതുകൊണ്ടാണ് ഞാൻ പടച്ചവനോട് ദുആ ചെയ്യുന്നതെന്ന് പറയുമ്പോ മഹാനവറുകൾ ചോദിച്ചു, മോനെ നിന്റെ ഇക്ക നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഖുർആൻ ഓതുന്ന മനുഷ്യനായിരുന്നു. അവിടെ പറഞ്ഞ് നിസ്കരിക്കുന്നവനാ, ഖുർആൻ ഓതുന്നവനാ, സദഖ കൊടുക്കുന്നവനാ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനായിരുന്നു. മഹാനവറുകൾ ചോദിക്കുകയാണ്, നിന്റെ സഹോദരന് എന്തെങ്കിലും ഒരു ദുശീലമുണ്ടായിരുന്നോ, മോശമായ എന്തെങ്കിലും ഒരു സ്വഭാവമുണ്ടായിരുന്നോ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, തങ്ങളെ എന്റെ സഹോദരന് ഒരു ദുശീലമുണ്ടായിരുന്നു, എന്റെ ഇക്കാന് മോശമായ ഒരു സ്വഭാവമുണ്ടായിരുന്നു. എന്താണ് മോശമായ സ്വഭാവമെന്നറിയോ? അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുമായിരുന്നു. അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്നതൊരു ഹരമായിരുന്നു. അല്ലാഹുവേ, മഹാനവറുകൾ അവിടെ നിന്ന് പറയുകയാണ്, എങ്കിലും മോശമായ മരണത്തിന്റെ കാരണം അത് തന്നെയാ. ഔറത്ത് കാണുകയാ, മോശമായത് കാണുകയാ, ഹറാം കാണുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആഖിബത്ത് പോലും മോശമായി പോകുന്ന ഒരു തെറ്റാടോ? നിസാരമല്ല, നിസാരമല്ല. അതുകൊണ്ട് ലജ്ജയുള്ളവരാക്, ഔറത്ത് മറച്ചുകൊണ്ട് നടക്ക്.